തിരുവാടപ്പള്ളി സെയിന്റ് തോമസ് CSI ദേവാലയ അങ്കണത്തിലേക്ക് ആലിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി പള്ളിയിൽ അവശേഷിക്കുന്ന സംസ്കാര ശുശ്രൂഷകളുടെ ബാക്കി ഭാഗം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് ഔദ്യോഗിക ബഹുമതികളോടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. വീട്ടിൽ നമ്മൾ കണ്ടതാണ്, ഒരുപാടധികം ആളുകൾ ആ കുഞ്ഞാലിനെ കാണാനായി, ഒരു നോക്ക് അവസാനമായി കാണാനായി എത്തിയത്. അതിൽ അവളെ പരിചയമുള്ളവരുണ്ടായിരുന്നു, ഇല്ലാത്തവരുണ്ടായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, എല്ലാ സാംസ്കാരിക അല്ലെങ്കിൽ മന്ത്രിമാരടക്കമുള്ള പ്രമുഖരടക്കമുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ പുതുജീവൻ നൽകിക്കൊണ്ട് ആലിൻ കടന്നു പോകുമ്പോൾ അവശേഷിപ്പിക്കുന്ന ആ ഒരു സ്നേഹ സന്ദേശം, അതിനുള്ളൊരു ബഹുമാനം എന്നോണം എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന നമ്മൾ കണ്ടതാണ്. ഒടുവിലായി അവർ ഇപ്പോൾ യാത്ര ചൊല്ലാൻ ഇനി CSI ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ദേവാലയത്തിനകത്ത് ശുശ്രൂഷകൾ ഉണ്ടാകും. അല്പം മുമ്പ് അമൽ സൂചിപ്പിച്ചതുപോലെ സമയക്രമീകരണം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. 3 മണിയോടുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഇപ്പോൾ അമ്മയാണ്, ഷെറിനാണ് ഇറങ്ങുന്നത്. ഒപ്പം തന്നെ അത്രയധികം സങ്കടത്തോടും വേദനയോടും കൂടി ബന്ധുമിത്രാദികൾ എല്ലാവരും ഒപ്പമുണ്ട്. മാത്രമല്ല, നമുക്കറിയാം അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആ മനുഷ്യർ മുഴുവൻ ആലിനെ ഒരു നോക്ക് അവസാനമായി കാണാനായി എത്തിയിരിക്കുന്നതാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്, അത്രയധികം സാന്ത്വനമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ ദേവാലയത്തിന് ഉള്ളിലേക്ക് ആലിനെ എടുക്കുകയാണ്. നിറപുഞ്ചിരിയോടെ അനവധി വട്ടം അവൾ വന്നിട്ടുള്ള ദേവാലയമായിരിക്കാം. ഇപ്പോൾ ഒടുവിലെ യാത്രയ്ക്കായിട്ടാണ് അവളിപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. ദേവാലയത്തിന് ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇനി അവിടെ അല്പസമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സംസ്കാര ശുശ്രൂഷകൾ കൂടി ഉണ്ടാകും. അതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. നമുക്കറിയാം, ആ പള്ളിമുറ്റവും എല്ലായിടവും അങ്ങനെ ആളുകളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കണ്ണീർ വാർത്ത ആൾക്കാരാണ് എല്ലാവരും. അത്ര സങ്കടകരമാണ് ആ നിമിഷങ്ങൾ. പക്ഷേ ആ അവശേഷിപ്പിച്ച് പോകുന്ന ആ ജീവനുണ്ടല്ലോ, അതായത് ഒരുപാടധികം മനുഷ്യരുടെ പ്രതീക്ഷകളാകുന്ന പുതുജീവൻ നൽകിക്കൊണ്ട് ആ കുഞ്ഞ് കടന്നു പോകുന്നു എന്നുള്ളത് അങ്ങനെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ ദേവാലയത്തിന് ഉള്ളിലുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഉടൻ തന്നെ അവിടെ സംസ്കാര ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും.
ദേവാലയവും ദേവാലയ അങ്കണവും എല്ലായിടവും ആലിനെ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. ഒരുപാടധികം ആലിൻ്റെ ഓർമ്മകൾ ഉള്ളവരും ഇല്ലാത്തവരുമൊക്കെ അത്രയധികം സ്നേഹത്തോടുകൂടി ആലിനെ ഒരു നോക്ക് കാണാനായി നെടുങ്ങാടപ്പള്ളി സെയിൻറ് തോമസ് CSI ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അല്പസമയങ്ങൾ കൂടി മാത്രമാണ് ആലിൻ എല്ലാവർക്കുമൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവസാനഘട്ട പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോവുകയാണ്.